എൻ്റെ പേര് ശോഭ സൈമൺ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇന്നലെയാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് മാതാവിനോടും ഈശോനോടും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്. ഞാൻ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും മാതാവിലൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ കൃപാസനത്തിൽ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. കാരണം ഇവിടുത്തെ പറ്റി നല്ലതും ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതും അതേപോലെ തന്നെ മോശവുമായ കാര്യങ്ങൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനതൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ലായിരുന്നു. അപ്പോൾ ആ ഇടയ്ക്കാണ് എൻ്റെ അമ്മ ഇവിടുത്തെ യൂട്യൂബ് സാക്ഷ്യങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഇടയ്ക്ക് വിളിച്ചിട്ട് പറയും, സാക്ഷ്യങ്ങൾ നീ ഒന്ന് കേട്ട് നോക്ക്, ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാനൊന്നും മറുപടി പറഞ്ഞില്ല, ഞാൻ അതിനെ ശ്രദ്ധിക്കത്തില്ലായിരുന്നു. അത് കഴിഞ്ഞൊരു 3-4 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മയും അനിയത്തി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൽ അമ്മയ്ക്ക് വലിയൊരു രോഗശാന്തി ഉണ്ടായി. അനിയത്തി വന്ന് അതിനെപ്പറ്റി സാക്ഷ്യം പറയുകയൊക്കെ ചെയ്തു. എന്നിട്ടും ഞാൻ വിശ്വസിക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഇവരിങ്ങനെ എല്ലാ ദിവസവും വിളിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ ഇവിടുത്തെ ഞങ്ങളുടെ സംസാരം അവസാനിക്കുന്ന മിക്കവാറും കൃപാസനത്തെ പറ്റി പറയുമ്പോഴായിരിക്കും. അപ്പോൾ അമ്മ കൃപാസനത്തെ പറ്റി പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് അമ്മ എനിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചിട്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി എനിക്കിത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമെന്ന് മനസ്സിലായി. അപ്പം എൻ്റെ അനിയത്തി ഉടമ്പടി എടുത്തപ്പം ആ ഉടമ്പടിയിലെ ഒരു നിയോഗം കുടുംബത്തിലുള്ള എല്ലാവരും കൃപാസനം മാതാവിൻ്റെ വിശ്വാസികളാണെന്നുള്ളായിരുന്നു അവൾ വെച്ച ഒരു നിയോഗം.